മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിൽ ഏറിയതും ഇപ്പോൾ തുടരുന്നതുമൊക്കെ TDPയുടെയും ഒപ്പം തന്നെ JDUവിൻ്റെയൊക്കെ പിന്തുണയോടുകൂടിയാണ്. അതിൻ്റേതായ ചില അധികാരങ്ങളൊക്കെ ഈ ഘടകകക്ഷികൾ കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടി JDU ആണ്. അതിൻ്റെ വക്താവ്, ദേശീയ വക്താവായ KC ത്യാഗി തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ഒപ്പം തന്നെ തൻ്റെതായ നിലപാട്, അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടേതായ നിലപാടുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. അത് എല്ലാ ബില്ലുകളിലായാലും ഏത് കാര്യത്തിലായാലും നിലപാടുകൾ അറിയിക്കുന്ന ഒരു രീതിയിലേക്ക് KC ത്യാഗി മാറി. ഇതോടുകൂടിയാണ് മോദി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും കർശനമായ നിർദ്ദേശം, കാരണം തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ അഭിപ്രായം പറയുന്ന ഘടകകക്ഷി നേതാവ് വരുമ്പോൾ സ്വാഭാവികമായും ഭരണത്തിൽ അതൊരു കല്ലുകടിയായി മാറും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും KC ത്യാഗി JDUവിൻ്റെ ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്ന് തെറിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് KC ത്യാഗി പറയുന്നത് ഇപ്പോൾ JDUവിനെ സംബന്ധിച്ച് പ്രതിരോധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് താൻ മാറുന്നു, താൻ ഒരു പുസ്തക രചനയിലാണെന്നാണ്. P ജയരാജനെ പോലെ ഒരു പുസ്തക രചനയാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഏതായാലും ഇതിൽ കൂടെ താൻ പല കാര്യങ്ങളും പുറത്തു പറയും എന്നാണ് പറയുന്നത്. ഏതായാലും KC ത്യാഗിക്ക് പകരം JDU ഇപ്പോൾ രാജീവ് രഞ്ജനെയാണ് ദേശീയ വക്താവ് സ്ഥാനത്തേക്ക് അവരോധിച്ചിരിക്കുന്നത്. അങ്ങനെ ജാതി സെൻസസ്, വഖഫ് ബോർഡ്, അങ്ങനെ തൊടുന്നതും പിടിക്കുന്നതും ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും KC ത്യാഗി അഭിപ്രായം പറയാൻ തുടങ്ങിയതോടുകൂടിയാണ് മുന്നണിയിൽ അതൊരു കല്ലുകടിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞ് BJPയുടെ കേന്ദ്ര നേതൃത്വം ശക്തമായ ഒരു നിലപാട് JDUവിനെ അറിയിക്കുകയായിരുന്നു. ഏതായാലും അതിന് ഫലമുണ്ടായിരിക്കുന്നു. KC ത്യാഗി പുസ്തക രചനയിലേക്ക് മാറിയിരിക്കുന്നു. ഏതായാലും നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുസ്തകമെഴുത്തുകാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ P ജയരാജൻ, തൊട്ടുപിന്നിൽ KC ത്യാഗി, ഇനിയും അനവധി പുസ്തകങ്ങൾ പുറത്തു വരാനുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.